ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? മാത്യൂസ് കേക്ക് കണ്ടിട്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുക്കുക. അത് 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കപ്പ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനകത്തേക്ക് ഒരു അരക്കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ്. അപ്പം അതും ചേർത്ത ശേഷം കുറച്ച് പാലും ചേർത്ത് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം 2 എഗ്ഗ് എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് കുറേശ്ശെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പൊടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ആവുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു അരക്കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കുറച്ച് ഹോട്ട് വാട്ടറും കൂടി ഞാൻ ചേർത്ത് അതും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് മാറ്റി വെച്ച ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുക. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ കേക്കിൻ്റെ ബാറ്റർ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് ഒരു ഓവനിൽ ഞാനൊരു 20 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തത്. പാത്രത്തിലാണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് എടുക്കും. ഇത് അടിപൊളി ഒരു കേക്കായിരുന്നു. പക്ഷേ എനിക്ക് ബട്ടർ മിക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. എങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.